അപ്പൊ നമസ്കാരം. നമ്മുടെ മുമ്പിലിരിക്കുന്ന നിരവധി സിനിമയിൽ അഭിനയം പണ്ട് തൊട്ടേ അഭിനയം തെളിയിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ നാസർ ലത്തീഫ് സാറാണ് ഫ്രണ്ടിലിരിക്കുന്നത്. സർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. നമസ്കാരം. അപ്പൊ ഞാൻ ഇപ്പൊ സാറിന്റെ പുതിയൊരു മൂവി ഓർമ്മചിത്രം അല്ലേ? അതിനകത്ത് എന്ത് വേഷമാണ് സാർ ചെയ്തേക്കുന്നത്? ഓർമ്മചിത്രത്തിൽ നല്ലൊരു വേഷമാണ്. അതായത് ഒരു നമ്പൂതിരിയുടെ ക്യാരക്ടറാണ്. ഹീറോയുടെ അച്ഛനാണ്. ഇയാള് അമ്പലത്തിലെ പൂജാരിയാണ്. അതിനോടൊപ്പം തന്നെ ഒരു നാട്ടിൽ നല്ല പ്രവർത്തികൾ ചെയ്ത് ജീവിക്കുന്ന ഒരു നല്ലൊരു വ്യക്തിത്വമാണ്. അപ്പം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പല അനുഭവങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത് എങ്ങനെ അയാൾ തരണം ചെയ്യുന്നു. അവസാനം ആക്ച്വലി പടത്തിൽ അയാൾ കൊല്ലപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഒരു എഗെയിൻസ്റ്റ് ദ ഈവിൽ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്യുന്നത്. നല്ലൊരു അഭിനയ സാധ്യത ഉള്ള ഒരു ക്യാരക്ടറാണ്. സിനിമ അതുപോലെ ഒരുവിധം നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ പറയില്ല, ഇന്നത്തെ ചെറിയ പടങ്ങൾ എത്രത്തോളം പ്രേക്ഷകർ സ്വീകരിക്കുന്നു അവിടെയാണ് വിജയം. അപ്പോൾ അവരോടാണ് അഭ്യർത്ഥിക്കാനുള്ളത്, എങ്ങനെയൊക്കെ കണ്ട് പടം വിജയിപ്പിക്കണം എന്നുള്ളത്. അല്ല, സാറിനൊരു ഒരുപാട് ചിത്രത്തിൽ അഭിനയിച്ച വ്യക്തിയല്ലേ? എത്രയോ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുക. അടുത്ത വർഷം 50 വർഷമായി ഫീൽഡിൽ. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ് ഓൾസോ. താങ്ക് യു. അപ്പൊ പണ്ടത്തെ സിനിമയും ഇപ്പോഴത്തെ സിനിമയും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലേ? വളരെയധികം വ്യത്യാസമുണ്ട്. അന്നത്തെ എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുമ്പോൾ ദർ വാസ് മോർ ഓഫ് യൂണിറ്റി. ഒരു ബന്ധങ്ങളുണ്ടായിരുന്നു. ഇന്ന് പോലത്തെ കാരവാൻ ജീവിതം ഒന്നും അന്നില്ല. അന്ന് എല്ലാവരും ഒരുമിച്ചിരിക്കുക, ഒരുമിച്ച് കഴിക്കുക, ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു. ഇന്ന് അത് ഇല്ലായ്കയില്ല. പക്ഷെ എന്നാലും കഴിഞ്ഞ ഒരു ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ അത് വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലിമിറ്റഡ് ആയിട്ടുണ്ട്. അതെ. ഓക്കെ. അപ്പൊ ഇപ്പോഴീ ഈ ഓർമ്മചിത്രത്തിൽ ഒരു അച്ഛന്റെ കഥാപാത്രം ചെയ്തു. അത് എത്രത്തോളം ഒരു ശാഠ്യക്കാരനാണോ, മീൻസ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛനാണോ? അല്ല, അങ്ങനെയുള്ള ഒരു അച്ഛനല്ല. ഒരു പാവം നല്ലൊരു മനുഷ്യൻ. ഞാൻ പറഞ്ഞില്ല, അമ്പലത്തിലെ ഒരു പൂജാരിയാണ്. അപ്പൊ അതിന്റെ ഒരു സോഫ്റ്റ്നെസ് അയാളിലേക്ക് ഉണ്ട്. അതേസമയത്ത് അയാള് സ്ട്രിക്റ്റ് ആണ്. എവിടെ ഈ തെറ്റായ പ്രവൃത്തികൾ നടക്കുന്ന ഏരിയയിൽ ഈ സ്ട്രിക്റ്റ്, ഈസ് അഗെയിൻസ്റ്റ് ദ വില്ലൻ. വില്ലനായിട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു നമ്മുടെ ഇങ്ങേരാണെന്ന് തോന്നുന്നു, ശിവജി ഗുരുവായൂരാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ പുള്ളി വളരെയധികം എതിർക്കുകയും മറ്റ് പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ. ഒരു ടോട്ടലി ഒരു പോസിറ്റീവ് ക്യാരക്ടറാണ്. നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോ അതാണ് ഇഷ്ടം കൂടുതൽ? കൂടുതൽ ഇഷ്ടം പോസിറ്റീവ് ക്യാരക്ടർ തന്നെയാണ്. കാരണം വെച്ചാൽ നല്ലവനായിട്ട് അറിയപ്പെടാനാണല്ലോ എല്ലാവർക്കും. അല്ല, ചീത്ത മീൻസ് അങ്ങനത്തെ ക്യാരക്ടർ ചെയ്താൽ അങ്ങനെ ചീത്തയാകുന്നല്ലോ. അല്ല, അങ്ങനെയല്ല. എന്നാലും കൂടുതലും ഒരു മനസ്സിന് സന്തോഷം തരുന്ന. പിന്നെ ആസ് എൻ ആക്ടർ ദ ക്യാരക്ടർ ഡിപ്പാൻഡ്സ്. ഒരു വില്ലൻ ക്യാരക്ടറാണെങ്കിൽ ചെയ്യുന്നതിൽ വിരോധമൊന്നും ഉണ്ടായിട്ടില്ല, ചെയ്തിട്ടുമുണ്ട്. ചെയ്യാനും ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ കൂടുതലും ഒരു നന്മ നിറഞ്ഞ ക്യാരക്ടർ ആകുമ്പോൾ നമുക്കത് മനസ്സിൽ കുറച്ചുകൂടിയൊക്കെ അങ്ങനെ ഉൾക്കൊണ്ട് ആഫ്റ്റർ എഫക്ട്സ് ഓൾസോ വിൽ ബി ഗുഡ്. വീട്ടിലും ഇതുപോലെ വീട്ടിലൊരു അച്ഛനാണോ? അപ്പൊ അച്ഛൻ എന്ന് പറയുമ്പോൾ വീട്ടിൽ ഒരിക്കലും സ്ട്രിക്റ്റ് അല്ല. നമ്മളൊക്കെ വളരെ ഫ്രണ്ട്ലി ക്യാരക്ടേഴ്സ് ആണ്. ഞാൻ പറഞ്ഞില്ല, ഒരു 16 വന്ന് സ്റ്റക്കായി നിൽക്കുന്ന ഒരാളാണ്. ഇന്നും അങ്ങനെ വലിയൊരു അങ്ങനെയില്ല. ഏജ് ഈസ് ഓൺലി എ നമ്പർ. ഒരു കലണ്ടർ ഇല്ലെങ്കിൽ ഏജ് ഇല്ല. അപ്പം ഇതിൽ ഞാൻ 25-30 വയസ്സായ വയസ്സന്മാരെ കണ്ടിട്ടുണ്ട്, 70-80 വയസ്സായ ചെറുപ്പക്കാരെയും കണ്ടിട്ടുണ്ട്. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് യു തിങ്ക് അബൌട്ട്. അതാണ് ഞാൻ യങ് ആണ്. അങ്ങനെ ഫീൽ ചെയ്യുന്നത് നമുക്ക് നല്ലതാണ്. ഓക്കെ, ദാറ്റ് വിൽ കീപ് യു യങ് ഓൾവേസ്. ഈ ഓർമ്മചിത്രം എന്ന സിനിമയില് ബാക്കിയുള്ള ആർട്ടിസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഫ്രഷേഴ്സ് ഇപ്പം ഹീറോയിൻ രണ്ടുപേരും ഫ്രഷേഴ്സ് ആണ്. ഇപ്പൊ അങ്കമാലി ഡയറീസിലാണോ ഇയാൾ വന്നത് ആദ്യമായിട്ട്? എല്ലാം. പക്ഷെ ദേ ആർ ഓൾ ഗുഡ് ആക്ടേഴ്സ്. ഇന്നത്തെ ചെറുപ്പക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി റിഫൈൻഡ് ആണ് അഭിനയത്തിൽ. പണ്ട് കാലത്തിലൊക്കെ ഒരു അഭിനയ രീതി ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. നൗ ഇറ്റ്സ് മോർ ഓഫ് ബിഹേവിങ്. വളരെ ഫ്ലെക്സിബിൾ ആണ്. സാധാരണ രീതി നമ്മൾ സംസാരിക്കുന്ന പോലെ സംസാരിച്ചു പോകുന്നു. ഒരു അഭിനയം അവിടെ വരുന്നില്ല. മെലോ ഡ്രാമ ഒരു അങ്ങനെ ഒരു ഇത് വരുന്നില്ല. സട്ടിലായിട്ടുള്ള ഒരു ബിഹേവിയർ. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ കത്തയച്ചല്ലേ ഓരോന്ന് അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ എല്ലാ മെസ്സേജസും അപ്പൊ ആ കാലഘട്ടം മിസ് ചെയ്യാറില്ലേ? ആക്ച്വലി പണ്ടൊക്കെ കത്ത് ഇങ്ങനെ എഴുതി നമ്മൾ അയച്ച് പോസ്റ്റ് ചെയ്ത് അത് കാത്തിരിക്കുക, എന്നിട്ട് അതിന് റിപ്ലൈ കൊടുക്കുക. അതൊരു കാലഘട്ടം. പണ്ട് കാലത്ത് പല കാര്യങ്ങളും നമ്മളിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. കാര്യം വെച്ചാല് ഇതൊക്കെ ഇത്രയും മോഡേണൈസ് ആയി, അതിനൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും ഗുണവും ദോഷവും രണ്ടും ഉണ്ട്. പക്ഷെ അന്ന് കാലത്തെന്ന് പറയുമ്പോൾ വളരെ എല്ലാം അതിൻ്റെ ആയിട്ടുള്ളൊരു രസമുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പെണ്ണും ഒരു ആണും തമ്മിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അന്നത്തെ കാലത്ത് അത് ഭയങ്കര ഒരു വലിയ കാര്യം തന്നെയായിരുന്നു. നമ്മൾ ഹാർഡ്ലി
അങ്ങനെ ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഇവൻ ഹസ്ബൻഡിന്റെ വൈഫ് പണ്ട് കാലങ്ങളിൽ വിളിച്ചിരുന്നത് എങ്ങനെയാണെന്നറിയോ? മുതലാളി. ആ മുതലാളി. എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മുതലാളി എന്നാ വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പേരിലേക്ക് വന്നു, അല്ല നിങ്ങളെന്ന് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം പേരായി, പേര് കഴിഞ്ഞ് ഇപ്പൊ ഇടാപോടാന്ന്. പക്ഷെ പണ്ട് അതെ, മുതലാളി കഴിഞ്ഞാണ് പിന്നെ നിങ്ങള് അങ്ങനെയൊക്കെ വന്നു, കുട്ടികളുടെ അച്ഛൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ പേരിലേക്ക് വന്നു. പേരും കഴിഞ്ഞു ഇപ്പം ഓടാ, നീ എന്തടാ അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് സാറിന് പ്രണയം ഉണ്ടായിട്ടുണ്ടോ? പ്രണയം എപ്പോഴും മനുഷ്യൻ എപ്പോഴും ഉണ്ടാവും, ഉണ്ടായിട്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ടല്ലോ. പ്രണയം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത് എപ്പോഴും ഒരു എങ്ങർ ഫീലാണ് ഉള്ളില്. ബട്ട് സ്റ്റിൽ പ്രണയമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കുടുംബം നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. നമ്മളെ എത്രത്തോളം നമ്മളെ സ്നേഹിച്ചും നമ്മളെ സഹിച്ചും ഒക്കെ ജീവിച്ച ഒരു ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ അവരെ വിഷമിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രണയം നോട്ട് ഗുഡ്. വെരി ഗുഡ്. കുട്ടികളും ഭാര്യയും, ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ലവ്. എന്നുവെച്ചാൽ അവരെ വിട്ടിട്ടുള്ളൊരു ജീവിതമില്ല. അതിനപ്പുറം ഒരു തമാശക്കോ ഇതിനൊക്കെ അങ്ങനെ അങ്ങ് പോവും, അത്രേ ഉള്ളൂ. ബട്ട് നെവർ ട്രബിൾ യുവർ ഫാമിലി ഫോർ യുവർ ഓൺ ഹാപ്പിനെസ്. ദാറ്റ്സ് എ ഗ്രേറ്റ് പോയിന്റ് ആക്ച്വലി. അത് നല്ലൊരു വാക്കാണ് സാർ പറഞ്ഞത്. എന്തായാലും അതിനൊരു നന്മ ഉണ്ടാവില്ല. ഫ്യൂച്ചർ ഇസ് നോട്ട് ഗുഡ്. ഐ ഹവ് സീൻ മെനി പീപ്പിൾ ഡൂയിങ് ദാറ്റ്. കുടുംബത്തേക്ക് ഉപേക്ഷിച്ച് പിന്നെ വേറൊരു പെണ്ണിനെ കിട്ടി, അതിനോടൊപ്പം പോയി. പക്ഷെ ഐ ഹവ് നെവർ സീൻ ദം ലിവിങ് ഹാപ്പിലി. തെറ്റായ പ്രവൃത്തിയാണ്. പുറമെ ഹാപ്പിനെസ് കാണിക്കുമെങ്കിലും ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആർ മൈ ഫാമിലി, മൈ വൈഫ്, മൈ ചിൽഡ്രൻ. ദേ ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. നാളെ എനിക്ക് എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും കൂടെ നിൽക്കാനുള്ള അവർ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ പുറത്തൊരാളുണ്ടാവില്ല. ഇനി അടുത്ത പ്രോജക്ട്സ് ഒക്കെ എന്താണ്? അടുത്ത പ്രോജക്റ്റ് ഞാനിപ്പോൾ ഒരു ഹിന്ദി സിനിമ ചെയ്യാൻ പോകുന്നു. ബിക്കോസ് ലാംഗ്വേജ് വൈസ് ഐ എം വെരി ഫ്ലുവൻറ്റ് വിത്ത് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, കച്ച്. ഇപ്പൊ ആക്ച്വലി ആ ഷൂട്ട് നടക്കാൻ പോകുന്ന ഉപ്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഉപ്ല, കാസർഗോഡ്. थोड़ी देर हिंदी में बात कर सकते हैं? जरूर, बहुत अच्छी तरह से. मुझे भी अच्छा लगा क्योंकि मैं तो बहुत बड़ी बात है ना. ये जो मूवी मैं करने को जा रहा हूँ उसका नाम है सडनली मेरे माइंड से छूट गया. नहीं छूटना नहीं चाहिए. कछुआ. टर्टल. तो उसके अंदर भी ऐसा ही जर्नी भी ऐसे ही होगा क्या? ये जो टाइटल कैरेक्टर जो है मैं कर रहा हूँ, एक हंच है मुझे. अच्छा. जैसे कि टर्टल को होता है, सो उसी तरह का कैरेक्टर है. जरीना वहाब जी हैं और गरिमा अग्रवाल है. थोड़े बहुत हिंदी आर्टिस्ट हैं, फिर थोड़े बहुत नए लोग भी हैं. तो बेहतरीन सब्जेक्ट है, एक मुस्लिम सब्जेक्ट है जो उपला में हो रहा है, तो बढ़िया होना चाहिए. अरे अच्छी बात है कि आप भी नॉर्थ इंडिया में जाके बॉलीवुड में जा रहे हो. और आपका पहला प्रोजेक्ट है क्या हिंदी में? हिंदी में इससे पहले एक दो छोटे प्रोजेक्ट्स में कर चुका हूँ. मेरे दोस्त लोग बहुत से हैं वहाँ पे. अच्छी बात. और जब बॉडीगार्ड की शूटिंग हो रही थी, सिद्दीक मेरा बचपन का यार था, तो हम लोग साथ गए थे पुणे में. तो मैं क्योंकि हिंदी अच्छी तरह से जानता हूँ, मेरा सलमान के साथ बहुत अच्छा उठना बैठना था और थोड़े बहुत कनेक्शंस वहाँ हो गए. और अब्बास मस्तान जो है उनके साथ भी मेरा अच्छा रिश्ता है, दोस्ती है. बहुत से दोस्त लोग हैं मुंबई में. जब भी मैं जाता हूँ सबसे मिलता हूँ, करता हूँ. तो मेरा भी बहुत बड़ा ख्वाहिश है हिंदी फिल्मों में काम करने. अच्छी बात है, मेरा बहुत मन लगता है. मैं नॉर्थ इंडिया की हूँ तो मुझे हर वक्त जहाँ भी जाती है सब लोग मल्लूज है ना, तो क्या है बातें कोई है ही नहीं. हाँ, डायलॉग याद रखता हूँ. अभी आपके जुल्फ जो है देखे ना, तो मैं अमिताभ बच्चन का जो कभी कभी का डायलॉग वो याद आ गया. वो इस तरह से है. कभी कभी मेरे दिल में ख्याल आता है, कभी कभी मेरे दिल में ख्याल आता है कि जिंदगी तेरी जुल्फों की नरम छांव में गुजरने पाती तो शादाब खो भी सकती थी. अरे वाह, क्या ये रंग जो गम की शाही जो दिल पे छाई है, तेरी नजर की शुआओं में खो भी सकती थी, मगर ये हो न सका. और अब आलम है कि तू नहीं, तेरा गम, तेरी जुस्तजू भी नहीं. गुजर रही है कुछ इस तरह जिंदगी मेरी, जैसे इसे किसी के सहारे की आरज़ू भी नहीं. ना कोई राह, ना मंजिल, ना रोशनी का सुराख, भटक रही है अंधेरों में जिंदगी मेरी. इन्हीं अंधेरों में रह जाऊंगा कभी खोकर, मैं जानता हूँ मेरे हमनफस, पर यूं ही कभी कभी मेरे दिल में ख्याल आता है.
अरे वाह, क्या बोलूं मैं, कुछ भी बोलने का जरूरत नहीं, बहुत मजा आएगा कि मेरे दिल में छू लिया भाई। अरे वाह, क्या बात है। इतना इतना बड़ा सुन के मुझे, मैं भी ऐसे हो गई कि मुझे भी इतना नहीं पता जो आपने अभी बोला, ये मुझे फुल नहीं आता। मुझे गाने गाने आता है पर इतना शायरी अच्छे मैं से शेर नहीं, और शायरी में बहुत शौक मुझे अच्छा लगता है शायरी सुनना, अच्छा लगता है मुझे बोलना नहीं आता भाई। अच्छा लगा, बहुत अच्छा लगा. നമുക്കിനി മലയാളത്തിൽ വരാല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, സോറി. എന്തായാലും ഒരുപാട് സന്തോഷം. എന്തൊക്കെയാണെങ്കിലും ഒരു ഹിന്ദി കൂടി പറഞ്ഞിട്ട് ഇരുന്ന കാര്യം വെച്ചാല് എന്തുണ്ടെങ്കിലും നമ്മളോടൊപ്പം ആൾക്കാർ ചേരണല്ലോ. അക്കേലാ ഹി ജാ റഹാ താ മൈ, അക്കേലാ ഹി ജാ റഹാ താ മൈ ജാനബേ മൻസിൽ की तरफ लोग साथ आते गए और कारवां बनता गया. ദാറ്റ് മീൻസ് ഞാൻ ഒറ്റപ്പെട്ടവനായിരുന്നു, എന്നോടൊപ്പം ആൾക്കാർ ചേർന്നു, അത് ഒരു വലിയ കൂട്ടായ്മയായി മാറി. അതെ അതെ അതെ, എന്തായാലും നല്ലൊരു കൂട്ടായ്മയായി ഇത്. ഒരുപാട് സന്തോഷം തോന്നി സംസാരിച്ചതിലും. പിന്നെ അതുപോലെ ഇനി പുതിയ പുതിയ പ്രോജക്ട്സ് എന്തായാലും സാറിന് പുതിയ പ്രോജക്ട് ഇതിപ്പോ ഈ കച്ചുവ അല്ലാണ്ട് ഞാൻ ചെയ്തു വെച്ചേക്കുന്ന പ്രോജക്ട് നമ്മുടെ ജോസ് തോമസിന്റെ പടമാണ് സൂചന. അതും എനിക്ക് നല്ല ത്രൂ ഔട്ടുള്ള വേഷമാണ്. നെടുമുടി വേണു ചേട്ടനെ പോലെ ഒരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ട ക്യാരക്ടറായിരുന്നു. ഒരു 75-year-old ഒരു പേഴ്സന്റെ ആണ്, ഒരു ഗ്രാമത്തിൽ താമസിച്ചുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. ഞാനും മറ്റേ ഇങ്ങനെ മണികണ്ഠൻ അച്ചാരി അവരൊക്കെയാണ് അതിനകത്ത് വർക്ക് ചെയ്തേക്കുന്നത്. അതിപ്പോ അവാർഡ്സിനൊക്കെ പോയേക്കാ. ഓക്കെ, അടിപൊളി, സൂപ്പർ. എന്തായാലും ഇനിയും നല്ല നല്ല, ഇനി ഇതുപോലെ തന്നെ ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കട്ടെ, മനസ്സും ശരീരവും എല്ലാം ചെറുപ്പമായിട്ട് തന്നെ ഇനിയും നല്ല ഇനിയും പ്രോജക്ട്സ്, അടിപൊളി പ്രോജക്ട്സ് ചെയ്യട്ടെ. എന്തായാലും വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഇതുപോലെ ഒരു ചിറ്റായിട്ട് എനിക്ക് സത്യമായിട്ട് ഒരുപാട് സന്തോഷമായി. കാരണം വിചാരിച്ചതിലപ്പുറം എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലാതെ വന്നതായിരുന്നു. പക്ഷെ ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞു, ഒരുപാട് നേരം നമ്മുടെ കൂടെ ഇരുന്നതിൽ ഒരുപാട് താങ്ക് യു സോ മച്ച്.